തന്തയും തള്ളയുമില്ലാത്ത കുഞ്ഞിനെ ഇത്ര വരെ നയിച്ചത് ചില്ലറ കാര്യമാണോ എന്ന് അമ്മൂമ്മ ചിലരോടൊക്കെ പറയാറുണ്ട്. സംഭവം എന്നെക്കുറിച്ചായതുകൊണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധയോടെ കേൾക്കും. ആ രാത്രികളിൽ എനിക്ക് ഉറക്കമുണ്ടാകാറില്ല. അതറിഞ്ഞതുപോലെ എനിക്ക് വെറുതെ നോക്കിയിരിക്കാൻ പാകം ഞാനും അമ്മൂമ്മയും കിടക്കുന്ന മുറിയുടെ ജനാല താനേ തുറന്നു കിടക്കാറുണ്ട്. അന്ന് ഞാൻ 10ൽ തോറ്റതിൻ്റെ പിറ്റേ വർഷത്തിലായിരുന്നു. അമ്മൂമ്മയും ഞാനും മാത്രം താമസിക്കുന്ന ആ ഒറ്റമുറി വീട്ടിലേക്ക് ഒരാൾ വന്നു. അയാൾക്ക് നല്ല മണമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മൈമൂനയുടെ കുപ്പായത്തിൽ നിന്നും വരുന്ന പോലെ ഒരു മണം. അത്ര ആയിരിക്കും. അവളുടെ ഉപ്പയെപ്പോലെ അയാളും ഗൾഫിലായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. എൻ്റെ സേതു, ഞാൻ ഇനി എത്ര കാലം വെച്ചാ ഇവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുമോ നീ? ഏതോ ഒരു അധികാരം പോലെ അമ്മൂമ്മ വന്ന ആളോട് പറഞ്ഞു. അയാൾ സമ്മതിച്ചു. പോകാൻ നേരം ആ മനുഷ്യൻ എന്നെ തലോടുകയും ചെയ്തു. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് മിക്കവരും എന്നെ തലോടാറുണ്ട്. കുഞ്ഞു പ്രായം തൊട്ടേ എനിക്കറിയുന്നതല്ലേ. തലോടലുകളും താണ്ടി ആരും എന്നെ ചേർക്കാത്തത് കൊണ്ട് ആദ്യമൊക്കെ സ്നേഹവും സഹതാപവും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. വളരും തോറും അമ്മൂമ്മ മാത്രമാണ് സ്നേഹമെന്ന് ഞാൻ മനസ്സിലാക്കി. സങ്കടപ്പെടുത്തുന്ന പലതും പറയുമെങ്കിലും അമ്മൂമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന് കാണുമ്പോഴെല്ലാം ആ പാവത്തിൻ്റെ വയറ് എരിയുന്നത്. സേതുമാമ എന്ന് വിളിക്കണം. അവർ പറയുന്നതെല്ലാം കേൾക്കണം. പറഞ്ഞു വിടാൻ അമ്മൂമ്മ എന്നെ മാനസികമായി ഒരുക്കാൻ തുടങ്ങി. സേതുമാമ വന്നു പോയതിൻ്റെ പിറ്റേ മാസം തൊട്ടായിരുന്നു ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ആരംഭിച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊച്ചുമോൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ടാണ് അമ്മൂമ്മ എന്നെ പറഞ്ഞയക്കുന്നതെന്ന് ആ പ്രായത്തിലും ഞാൻ മനസ്സിലാക്കിയിരുന്നു. കടലാസുകളൊക്കെ ശരിയാക്കി പോലും സേതുമാമ എനിക്കൊരു മെച്ചപ്പെട്ട ജീവിതമാർഗം ഉണ്ടാക്കി തരുമെന്ന് അമ്മൂമ്മ ഏറെ വിശ്വസിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വിമാനം കയറി. ഉയർന്നു പൊങ്ങുന്ന വാഹനത്തിൻ്റെ കിളിവാതിലിലൂടെ ഭൂമിയിലെ നിർമ്മിതികളെയെല്ലാം ഞാൻ അന്ന് കണ്ടു. പൊട്ടുപോലെയുള്ള കെട്ടിടങ്ങളെയെല്ലാം കാണാതാക്കി കാഴ്ച കടലിലേക്ക് വീണു. സന്ധ്യയുടെ കുങ്കുമ നിറത്തിൻ്റെ തീക്ഷണതയിൽ കണ്ണുകൾ മങ്ങിയപ്പോഴാണ് ഞാൻ പിൻവലിയുന്നത്. വെളിച്ചം വീണപ്പോൾ അടഞ്ഞ പോളകൾക്കുള്ളിലെ ഇരുട്ടിലും യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ജീവിതം പാറിയെടുക്കുന്നത് 2ാമത്തെ ഘട്ടത്തിലേക്കാണ്. അമ്മൂമ്മയില്ലാത്ത ഏതോ ഒരു പുതിയ ലോകത്തിലേക്കാണ്. പിഴുതെടുത്തു നടുന്ന വേരുകൾക്ക് മറുമണ്ണിൽ പിടുത്തം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല. തിരിച്ചു പോക്കുണ്ടോ എന്ന് പോലും ധാരണയില്ല. അമ്മൂമ്മയെ ഇനി എന്ന് കാണും ഞാൻ? മോൻ ഈ മുറിയെടുത്തോ? വിമാനത്തിൽ നിന്ന് ഇറങ്ങി അല്പനേരം സഞ്ചരിച്ചപ്പോൾ സേതുമാമയുടെ വീടെത്തി. എനിക്കുള്ള മുറിയും കാണിച്ചു തന്നു. ജനലുകളില്ലാത്ത സ്റ്റോർ റൂം പോലെ ഒരു കുഞ്ഞു മുറി. പുറത്തുനിന്ന് കാറ്റിനോ വെളിച്ചത്തിനോ അകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു ഇരുണ്ട മുറി. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ആ മുറിയിൽ തന്നെ എനിക്ക് കഴിയേണ്ടി വന്നു. സേതുമാമയും കുറ്റം പറയാൻ പറ്റില്ല. അവിടെ മറ്റൊരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് ആ മനുഷ്യനും ഭാര്യയും 6 വയസ്സുള്ള മോനും കഴിയുന്നത്. നാളുകൾക്കുള്ളിൽ പുതിയ ദിനചര്യകളുമായി എൻ്റെ ജീവിതം ആരംഭിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ സേതുമാമയുടെ ഭാര്യ എവിടെയോ ജോലിക്ക് പോയി തുടങ്ങി. 2 പേരും കാലത്ത് പോയാൽ വൈകിട്ട് വരും. എന്നാലും കുഞ്ഞിനെ സ്കൂൾ ബസ്സിൽ വിടുന്നതും കൂട്ടി വരുന്നതുമൊക്കെ ഞാനാണ്. ഒഴിവ് നാളുകളിൽ ഞാൻ അവൻ്റെ കളിക്കൂട്ടുകാരനുമാകും. മോനിവിടെ ഇഷ്ടപ്പെട്ടു. 2-3 മാസങ്ങൾക്കപ്പുറം സേതുമാമ ഒരിക്കൽ എന്നോട് ചോദിച്ചതാണ്. അമ്മൂമ്മയെ കാണാൻ പോകണമെന്ന് തറയിൽ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊന്നും പോകാൻ പറ്റാത്ത ദൂരത്തിലാണ് നമ്മളെന്ന് സേതുമാമ പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത്. ഇനി എന്ത് ചെയ്യും? അമ്മൂമ്മയെ ഇനി എന്ന് കാണും? ഏതാണ്ട് ഒരേപോലെ കൊഴിഞ്ഞു പോകുന്ന നാളുകളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ വർഷങ്ങൾ 2 കഴിഞ്ഞു.
അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന തെളിവ് പോലും അറിയാതെയുള്ള എൻ്റെ ദുഃഖം ആ ജനാലയില്ലാത്ത മുറിയിൽ തളം കെട്ടിക്കിടന്നു. വിവരമന്വേഷിച്ച് ഞാൻ എഴുതിയ കത്തുകളെല്ലാം അമ്മൂമ്മയുടെ കാതിലെത്തിക്കാണുമോ എന്ന് പോലും എനിക്ക് അറിയില്ല. നിനക്ക് നിന്റെ അമ്മൂമ്മയെ കാണണ്ടേ? അടുത്ത ആഴ്ച നമ്മൾ പോകും, സേതുമാമ ഒരിക്കൽ എന്നോട് പറഞ്ഞു. സത്യത്തിൽ അന്ന് മാത്രമാണ് എനിക്ക് ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നിയത്. വർഷം 2 കഴിഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ അമ്മൂമ്മയുടെ കൂടെ തന്നെ ആയിരുന്നു. വരേണ്ടിയിരുന്നില്ല എന്ന് വരെ എത്രയോ തവണകളിൽ ഞാൻ ചിന്തിച്ചിരുന്നു. പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ അന്ന് സേതുമാമ എന്നെയും കൂട്ടി. തിരിച്ചുള്ള വിമാനയാത്ര ഏറെ സന്തോഷത്തോടെ ആയിരുന്നു. അമ്മൂമ്മയെ കാണണം. ആ കവിളും നെറ്റിയുമെല്ലാം കൂടുതൽ ചുളിഞ്ഞിട്ടുണ്ടാകും. പണ്ട് മൈമൂനയിൽ നിന്നും സേതുമാമയിൽ നിന്നും കൊണ്ട അത്തറ് മണം അമ്മൂമ്മയ്ക്കായി ഞാൻ ബാഗിൽ കരുതിയിട്ടുണ്ട്. എല്ലാത്തിനും അപ്പുറം അമ്മൂമ്മയും ഞാനും കിടന്നിരുന്ന മുറിയിലെ താനേ തുറക്കുന്ന ജനാലയിലൂടെ മാനത്തേക്ക് കണ്ണുകൾ എറിയണം. മോനെ. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അമ്മൂമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്ക് കരച്ചിൽ വന്നുപോയി. നീ അങ്ങ് വലുതായല്ലോ ചെക്ക എന്ന് പറഞ്ഞ് അമ്മൂമ്മയും നിർത്താതെ വിങ്ങി. സേതുമാമ ഞങ്ങൾ 2 പേരെയും മാറി മാറി നോക്കുകയായിരുന്നു. എനിക്ക് മീശ കിളിർത്തു പോലും, തടി വെച്ചു പോലും. എൻ്റെ മാറ്റങ്ങളെല്ലാം അമ്മൂമ്മ എന്നെ ഓർമ്മിപ്പിച്ചു. ഈ 2 വർഷം ആരാരുമില്ലാത്ത വേദനയിൽ തന്നെ ആയിരിക്കണം അമ്മൂമ്മയും കടന്നുപോയത്. സേതുമാമ, അമ്മൂമ്മയുടെ കാലം വരെ ഞാനിനി അങ്ങോട്ടുമില്ല. ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങളുടെ സാക്ഷിയായതുകൊണ്ട് സേതുമാമയോട് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. മോൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഞങ്ങൾ വന്ന ടാക്സിയിൽ തന്നെ പോകാനായി ഒരുങ്ങി. ഇറങ്ങാൻ നേരം ചെറുതല്ലാത്ത ഒരു കെട്ട് പണവും എനിക്ക് തന്നിരുന്നു. ഞാനത് എന്നെ നോക്കിയില്ല, അമ്മൂമ്മയ്ക്ക് കൊടുത്തു. ആ കണ്ണുകളിലെ നിറവ് കവിളിലെ ചുളിവുകളിലേക്ക് അപ്പോഴേക്കും പടർന്നിരുന്നു. നീ എന്താ ഇനി പോണില്ല എന്ന് സേതുവിനോട് പറഞ്ഞ് മുറിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അമ്മൂമ്മ എന്നോടത് ചോദിച്ചത്. ഞാൻ ആ നേരം ബാഗിൽ നിന്ന് ആ അത്തറ് കുപ്പി എടുക്കുകയായിരുന്നു. തന്തയും തള്ളയുമില്ലാത്ത കുഞ്ഞിനെ ഇത്ര വരെ നയിച്ചത് നിങ്ങളല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കൂടെ ആ ഗൾഫ് മണം അമ്മൂമ്മയുടെ ദേഹത്തേക്ക് പുരട്ടുകയും ചെയ്തു. ഒരു പുതു പെണ്ണിന്റെ കുലുക്കത്തോടെ അമ്മൂമ്മ അപ്പോൾ ചിരിക്കുകയായിരുന്നു. അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. താൻ അടുത്തെങ്ങും തട്ടിപ്പോകുമെന്ന് നീ കരുതേണ്ട എന്ന് കേട്ടപ്പോൾ അമ്മൂമ്മയും ഉറങ്ങിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്ന മുഖമാണ്. താൻ തനിച്ചായാലും കൊച്ചുമോനൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് അമ്മൂമ്മ എന്നെ പറഞ്ഞു വിട്ടത്. ഞാനത് അനുസരിക്കാൻ പാടില്ലായിരുന്നു. അമ്മൂമ്മ ഇവിടെ തനിച്ചല്ലേ? അമ്മൂമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരുമില്ലാത്തതിൻ്റെ വേദന എന്നെക്കാളും കൂടുതൽ അനുഭവിക്കുന്നത് അമ്മൂമ്മ തന്നെയാണ്. ഓർമ്മകളുണ്ടെങ്കിലേ വേദനകളുള്ളൂ. എന്നിൽ കൊണ്ടതെല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന ആഗ്രഹങ്ങളുടെ സങ്കടമായിരുന്നു. എന്നാൽ പച്ച ജീവനിൽ നിന്ന് വേർപെട്ടു പോയവരുടെ നഷ്ടത്തിലായിരുന്നു അമ്മൂമ്മ. ഉണ്ടായിരുന്നവരെ കുറിച്ചൊന്നും യാതൊരു ഓർമ്മയുമില്ലാത്ത എൻ്റെ ദുഃഖങ്ങളൊക്കെ എത്രയോ നിസാരം. ഞാനും അമ്മൂമ്മയും കിടക്കുന്ന മുറിയിലെ ജനാല അന്നും തുറന്നു കിടന്നിരുന്നു. എൻ്റെ കണ്ണുകൾക്ക് വെറുതെ നോക്കിയിരിക്കാൻ മാത്രമല്ല അതെന്ന് എനിക്കപ്പോൾ വ്യക്തമായിരുന്നു. ഒറ്റപ്പെട്ടു പോയതിൻ്റെ നെടുവീർപ്പുമായി വിട്ടുപോയവരിലേക്കുള്ള ദൂരമളക്കുന്ന ഒരാൾ കൂടി ഉണ്ടല്ലോ ഇവിടെ. ജനാല അഴികൾക്കപ്പുറത്തെ ആ ഒരു തുണ്ട് മാനത്തിലേക്ക് അമ്മൂമ്മ എത്ര വട്ടം പോയിട്ടുണ്ടാകുമെന്ന കണക്കെടുപ്പ് പോലും സാധ്യമല്ലെന്ന് ആ നേരം ഞാൻ അറിയുകയായിരുന്നു. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഓൾ.